മന്ത്രവാദവും അഭ്യാസവും വേലയുമായി ഇറങ്ങി ഒരു വിശ്വാസത്തിൻ്റെ തലയിൽ കെട്ടും രൂപവും ഭാവവും ഒക്കെ വെച്ച് ചെന്നുപെടുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വൃത്തികെട്ടവന്മാരെ നേരിടാൻ കൂടി ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തൂഫാൻ പോലെ തന്നെ ഒരു പരിപാടി പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമായിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും ഇത്തരം ചൂഷകർ പല രൂപത്തിലും ഭാവത്തിലുമുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായി ചെല്ലുന്ന മനുഷ്യരെ അവരെ അവരുടെ മനസ്സറിഞ്ഞ് തന്ത്രപരമായി തങ്ങളുടെ ലൈംഗിക ഇംഗിതത്തിന് വിധേയമാക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതിലിപ്പോൾ ഓരോ മതത്തിൻ്റെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ തലയെക്കെട്ടുകാരും വെള്ള വസ്ത്രവും ധരിച്ച് ഇസ്ലാം മതമാണെന്ന പേരിൽ ഇത്തരം ചെറ്റത്തരം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങ് പാലക്കാടും പിന്നെ ആലപ്പുഴയും പിന്നെ പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ അരങ്ങേറ്റം, ലൈംഗിക വൈകൃതങ്ങളുടെയും ഇംഗിതത്തിന് വിധേയമാക്കലുകളുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നടക്കുമ്പോൾ പിന്നീട് അതിലേക്ക് മതവും മറ്റുള്ളതും ഒക്കെ കുത്തിത്തിരികി അത് മുതലാകാൻ ശ്രമിക്കുന്ന വിദ്വേഷത്തിനപ്പുറത്ത് ഇവന്മാരെ നിയമപരമായും സാമൂഹ്യമായും നേരിടുന്നതിനാവശ്യമായ കരുത്താണ് സമൂഹം ആർജിക്കേണ്ടത്. അത്തരമൊരു പരമതണ്ടി പാലക്കാട് വിലസുന്നതിൻ്റെ ഒരു അനുഭവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ ചില വിവരങ്ങൾ കൈമാറുകയുണ്ടായി. അതിനെക്കുറിച്ച് അൻസാരി സുഹ്രി ചില കൃത്യമായ സൂചനകൾ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ആ ശബ്ദരേഖ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഹലോ, ഫ്രീ ആണോ? ഞാന് ഫേസ്ബുക്കിൽ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. 2 മാസമായി തോന്നുന്നു. സാർ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആണത്. ഓക്കെ, അതാണ് സമയം. കുറെ നാളെ ഇന്ന് വിളിക്കാൻ നാളെ വിളിക്കാൻ പേടി കാരണം വിളിക്കാണ്ടിരുന്നു. സബ്ജക്ട് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു മുസ്ലിം പയ്യനായിട്ട് ഞാൻ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് ആരോടും പറയാനില്ലാതെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിൻ ഒരാള് വന്ന് ഇതിൽ ഇടപെട്ടിട്ട് പുള്ളി എന്നെ ഒരു ഉസ്താദാണെന്ന് പറഞ്ഞ എന്നെ യൂസ് ചെയ്യാ. അതായത് ഇങ്ങനെ ചെയ്തു തന്നാലാണ് അവൻ നിന്നോട് ഇഷ്ടാവുള്ളൂ, ഇങ്ങനെ ചെയ്താലാണ് സ്നേഹം കൂടി എന്റെ അടുത്തേക്ക് വരുള്ളൂ. കൊറേ കഥയുണ്ട് ഇതില്. എനിക്കിപ്പോ 30 വയസ്സുള്ള മോക്ക് ഏത് മതവിഭാഗത്തിൽപ്പെട്ട അയാൾക്ക് നിന്നോട് സ്നേഹം കൂടാൻ ഇന്നതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ വൃത്തികേടാണെങ്കിൽ അത് വൃത്തികേടാണ്. ഒരു മതവും അത് അനുശാസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം നമുക്കില്ലേ? ഇതിനെ കുറിച്ച് അത് അങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ വരാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫുൾ സ്റ്റോറി കേട്ടാലാണ് അത് മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നീ മനസ്സ് തുറന്ന് പറയൂ, നിന്നെ ഏത് രൂപത്തിലായാലും യൂസ് ചെയ്തത്? എന്താ പറയാ, അയാള് എന്നിട്ട് ഇവിടെ കുറെ പ്രശ്നമൊക്കെ ഉണ്ടായി. എനിക്കിത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് അത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അത് മനസ്സിലാവുള്ളൂ. ഞാൻ ചോദിച്ച മറുപടി, ഓനെ ഏത് രൂപത്തിലായാലും യൂസ് ചെയ്തത് പറയാം. ഇങ്ങനെയുണ്ടോ? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രയും മതി ചതിയുള്ള ആൾക്കാരാണെന്ന് ഒരിക്കലും വിചാരിച്ചു. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇത്രയും ചതിയുള്ളവരാണെന്ന് ഒരു കുട്ടി വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഈ വേഷമണിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രചാരകരാണ്, അതിൻ്റെ വലിയ സിദ്ധാന്തീകരിക്കുന്നവരാണ്, സ്നേഹം കൂട്ടുന്നതിനും ഭർത്താവിന് സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവ് വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി ബന്ധമുണ്ടെങ്കിൽ അതിന് തകർക്കുന്നതിനും എല്ലാം ഇത്തരം തോന്നിവാസികളും ഈ പറയുന്ന ലൈംഗിക വൈകൃതങ്ങളിൽ ജീവിക്കുന്ന വൃത്തികെട്ടവന്മാരെടുത്തേക്കും പോകുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രവും രൂപവും ഭാവവും കണ്ട് എല്ലാത്തിനും വിധേയപ്പെട്ട് വഴങ്ങിക്കൊടുക്കുന്ന ഗതികേടെന്നോ അറിവുകേടെന്നോ വിവരക്കേടെന്നോ ഒക്കെ പറയാവുന്ന വളരെ വൃത്തികെട്ട പ്രവർത്തികളുടെ ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. തീർന്നില്ല. മുസ്ലിംസ് മതം എന്ന് പറയുമ്പോൾ ഇത്രയും ഭയങ്കരമായിട്ടുള്ളതാണ് വിചാരിച്ചു. ഇങ്ങനെയുള്ള ആൾക്കാർ ലോകത്ത് എന്തിനാണ്? എന്താ ചെയ്യാ മോളെ, കണ്ടന്റ് ആയിട്ട് ഇടുന്നതാ നല്ലത്. ഇത്ര കുട്ടികൾ ഇതുപോലെ ഉണ്ടാവും അറിയോ? ഇയാളിൽ തന്നെ കുറെ പിള്ളേരുണ്ടാവും. ഞാനിതിപ്പം ഈ മോൻ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് കണ്ടന്റ് ആക്കും. കണ്ടന്റ് ആക്കിയിട്ട് പറഞ്ഞേ പറ്റുള്ളൂ.
എനിക്ക് ഉസ്താദുമാനെ എന്തൊരു ഇഷ്ടമായിരുന്നു, എന്തൊരു ബഹുമതിയായിരുന്നു. എനിക്കിതിപ്പോ കേട്ടതോ എന്നെ അനുഭവിച്ച് എനിക്ക് മതിയായി. ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാ. അയാള് വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് എന്റെ അടുത്ത് ഒരു റിലേഷനും ഇല്ല. ഞാൻ 1 മാസം ഇരുന്നു, 2 മാസം ഇരുന്നു, 3 മാസം ഇരുന്നു, വർഷങ്ങളിരുന്നു. ആൾക്ക് ഒരു ഇതുമില്ല. ആൾക്ക് വേറൊരു പെണ്ണും മനസ്സിലുണ്ട്. അത് കാരണം എന്റെ അടുത്ത് ഒരു മാനസികമായിട്ടോ ഞങ്ങൾക്ക് ഒരു ബന്ധവും. മോള് ഏത് രൂപത്തിലാണ് ഇത് യൂസ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. എന്നിട്ട് അതാണ് ഉസ്താദെ, അത് പറയണെങ്കിൽ എനിക്ക് ഫസ്റ്റ് തുടങ്ങണ്ടേ? ഞാൻ ഇടയിൽ വെച്ച് പറയുമ്പോ ഉസ്താദിനത് ഇയാളുടെ നമ്പർ മുന്നിലുണ്ടോ? മോളെ ഉണ്ട്. നമ്പർ ഉണ്ടല്ലോ. ഇയാള് പറയണത് ഞാൻ അവിടത്തെ വലിയ ആളാ, മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് എല്ലാവരെയും അറിയിച്ചു. അയാളെ നല്ല അടിയടിച്ചു ഇവിടെ നിന്ന് ആൾക്കാര്. അടിച്ചല്ലേ? അടിച്ച് ചോര വരുത്തി. എന്നിട്ട് ഇപ്പൊ ഫുള്ള് ഞാൻ മരിക്കും, ഞാൻ മറ്റേത് ചെയ്യും. മോളെ അത്രയും പറഞ്ഞാൽ മതി. ബാക്കി ഉസ്താദ് നോക്കിക്കോളാം കേട്ടോ. അയാളുടെ നമ്പർ ഞാൻ കേട്ടാ. ബാക്കി ഉസ്താദ് നോക്കിക്കോളാം. ടെൻഷൻ ആണ് കേട്ടാ. കുറച്ച് കാര്യം പറയാനുണ്ടല്ലോ. ഉച്ച കഴിഞ്ഞ് മോള് പറയുന്നത് ഞാൻ കേൾക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ, മോൾ എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, കാണുന്നില്ലേ? സ്ഥിരമായിട്ട് മോളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മളെല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ ബന്ധമുള്ളതാ. നമ്മൾ ആരെയും അങ്ങനെ മിസ്യൂസ് ചെയ്യാറോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആരെങ്കിലും വേർതിരിച്ച് കാണാനൊന്നും നമ്മൾ നിൽക്കാറില്ല. എന്തായാലും മോക്ക് സംഭവിച്ച അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ഞാൻ എന്റെ വ്യക്തിപരം എന്റെ സമുദായത്തെ അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. കുഴപ്പമില്ല. ഇങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട. അതിനൊക്കെ ഞാൻ മോക്ക് ഉച്ച കഴിഞ്ഞിട്ട് മറുപടി പറഞ്ഞുതരാം. കാരണം എനിക്കിത് കേട്ടിട്ട് എന്റെ കയ്യും കാലം മറക്കാണ്. മനസ്സിലായി? ഞാൻ എന്തായാലും ഒരു വിശ്വാസി ആവാൻ പോവാണ്. ഞാൻ ഹിന്ദു അല്ല, ക്രിസ്ത്യൻ അല്ല. ഞാൻ ഇന്ന് വരെ ഒരു ഇതിലും വിശ്വാസിയല്ല. പക്ഷെ ഒരു മുസ്ലിം പയ്യനോട് ചേർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വിശ്വാസം ആവണം. അപ്പൊ അതിലോട്ട് വരാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ട്രാജഡികൾ. അപ്പൊ നമുക്ക് പേടിയാവുക. ഇതാണ് ആ പെൺകുട്ടിയുടെ നേരനുഭവം. മറുതലയ്ക്കുള്ളത് അൻസാരി സുഹരി ഉസ്താദാണ്. ഒരുപക്ഷെ അദ്ദേഹവും ഇപ്പോ ഈ മുസ്ലിയാക്കന്മാർക്ക് പോലും ഇഷ്ടപ്പെടാത്ത നിലയിലാണ് അദ്ദേഹത്തിൻ്റെയും ചില നിലപാടുകൾ എന്നുള്ളത് ഈ പറയുന്ന സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഏതായാലും ഒരു വശത്ത് ഇതാണ് ഒരു സ്റ്റോറി. ഏതെങ്കിലും കുടുംബ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മധ്യസ്ഥനായി വന്ന് ഈ ഭർത്താവിനെ മയക്കി, എന്നോട് പലരുമൊക്കെ ഇതുപോലെ പലതും പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇത് വല്ലാത്ത പുകലിൻ്റെ പിന്നാലെ നടന്ന് മനസമാധാനം കളയണ്ട എന്ന് വിചാരിച്ചങ്ങ് ഉപേക്ഷിച്ച് വിടലായിരുന്നു പതിവ്. ഏതായാലും ഇത് പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട്. ഇത്തരം പ്രവൃത്തികൾ നടക്കുന്ന വീടുകൾ, ആഭിചാരക്രിയകളിലും മറ്റുമൊക്കെ നടത്തുന്ന ഇത്തരം പ്രവൃത്തികളെ ഈ തൂഫാൻ പദ്ധതി പോലെ തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ച് ഇത്തരം സാമൂഹ്യ വിരുദ്ധ ചൂഷണങ്ങളെ അത് കൃത്യമായി വിവരമറിയിക്കാനും മറ്റുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു മൊയ്ലിയാരുടെ കഥയാണ്. രണ്ടാമത്തെ വേറൊരു മൊയ്ലിയാരുടെ പണി എന്താണെന്നറിയോ? ഇതുപോലൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയെ, അവർ അത്യാവശ്യം ഓതിയിട്ടൊക്കെയുള്ള ഒരു സ്ത്രീയാണ്, ഭർത്താവിനോട് സ്നേഹം വർദ്ധിപ്പിക്കാനും കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെ വീഡിയോ കോൾ വിളിക്കണം. വിളിച്ചിട്ട് പൂർണ്ണ നഗ്നയായി നിൽക്കണം. എന്നിട്ട് പുള്ളി ഓതി വിടുന്ന ചില സംഗതികൾ അത് ഓതി അവരുടെ ശരീരത്തിൻ്റെ ചില ഭാഗത്തേക്ക് വിട്ടുകൊടുക്കണം. അപ്പോൾ അവനത് കാണുമ്പോൾ വലിയ സന്തോഷമാവും. അവനെയും വിളിക്കുന്നത് ഉസ്താദെന്നും മൊയ്ലിയാരെന്നും ഒക്കെയാണ്. ഇതിപ്പോൾ ഉസ്താദന്മാരെ അടച്ചാക്ഷേപിക്കുകയാണെന്ന് വിചാരിക്കരുത്. നല്ല തക്കുവയുള്ള സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ എല്ലാ മതത്തിലുമുണ്ട്, സൂക്ഷ്മതയുള്ളവർ. എന്നാൽ ഈ സൂക്ഷ്മതയുള്ളവരുടെ മറ പിടിച്ച് ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർ, ഇത്തരം ലൈംഗിക വൃത്തികേടുകൾ കാണിക്കുന്ന വികൃതഭാവങ്ങളുള്ളവർ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത്തരം കാര്യങ്ങളിൽ വന്ന് ഈ പെൺകുട്ടികളെ അവരുടെ അടുത്ത് എല്ലാം തുറന്ന് പറയാൻ പറയുമല്ലോ. അപ്പോൾ സ്വാഭാവികമായി അവരില്ല എല്ലാം ഈ ഇദ്ദേഹത്തിനോട് പറയണമല്ലോ തീരണമെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പെതുക്കെ അതിലേക്ക് കടന്ന് ഇവരെ കീഴ്പ്പെടുത്തി ഈ സ്വന്തം സുഖം അനുഭവിക്കുന്ന ഇത്തരം വൃത്തികെട്ടവന്മാരെ നേരിടാൻ സമൂഹവും കൂടി തയ്യാറാവണം. ഇത്തരം ക്രിയകൾ നടത്തുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് പരാതി എഴുതി ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൊടുക്കണം, കൊടുത്ത് തപ്പണം. ഇല്ല, ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഒരുത്തനെ തപ്പിയില്ലേ, അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് പറയാതെ വയ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഏതെങ്കിലും ഒരു പരമവൃത്തികെട്ടവൻ ഏതെങ്കിലും നാട്ടിൽ ജോലി ചെയ്ത് ഒരു പണിയുമില്ലാതെ നാട്ടിൽ വന്ന് ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്ത് അവിടെയും പെണ്ണുകേസിൽ കുടുങ്ങി ഓടിച്ചു കഴിയുമ്പോൾ പിന്നെ ജിന്ന് മഹദറയെന്നും ഷെയ്ത്താൻ മഹദറയെന്നും പറഞ്ഞ് ഉണ്ടാക്കി ഏതെങ്കിലുമൊക്കെ വീടുകളെടുത്ത് പൂന്ത് വിളയാടുകയാണ്. ഒന്നെങ്കിൽ എന്ത് വേണം? ഈ വേഷം അഴിച്ചു വെക്കണം. ഞങ്ങളുടെയൊക്കെ രൂപത്തിലും ഭാവത്തിലും നടന്ന് സമൂഹത്തിലെ സാധാരണക്കാരെ പോലെ വൃത്തികേട് കാണിക്കണം. ഇത് ഈ വേഷവും ഭാവവും തലയെക്കെട്ടും നല്ല സുന്നത്തായ ദീക്ഷയും ഖുർആനും അദബും മര്യാദയും ഹദീസും ഒക്കെ പറഞ്ഞിട്ട് ആകെയുള്ള പണി മൊത്തം ഈ പറയുന്ന പ്രവൃത്തിയുമായി നടന്ന് നാട്ടിലെല്ലാം
ഇത്തരം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന സ്ത്രീകളൊക്കെ വിളിക്കുമല്ലോ. ഭർത്താവിൻ്റെ ഒരു കാര്യം കണ്ടു, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഉസ്താദെ, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പിന്നെ അങ്ങ് ഏറ്റെടുക്കുകയല്ലേ. ഏറ്റെടുത്ത് പിന്നെ ഇതാണ് പരിപാടി. ഇതൊന്നും രണ്ടും അല്ല, പലരും ഉണ്ട്, പല രൂപത്തിലും ഭാവത്തിലുമുണ്ട്. ഏതായാലും പൊതുസമൂഹവും പള്ളികളും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഇമാമ് നിൽക്കുമ്പോഴും പള്ളി ഉദ്ഘാടനത്തിനുമൊക്കെ വെറും ഫക്കീറായ സാധാരണക്കാരനായ പള്ളിയിൽ ഇരുന്ന് ദിക്രി ചെല്ലുന്ന അഹമ്മദ് കുഞ്ഞ് കാക്കായെയും അന്തർമാൻ കാക്കായെയും ഒക്കെയാണ് ഇമാമത്താക്കി നിർത്തി നിന്ന് നിസ്കരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവനൊക്കെ വെറും ആട്ടിൻതോലണിഞ്ഞ ചെന്നായിയെ പോലെയാണ്. ആവർത്തിച്ച് ഞാൻ പറയുന്നു, എല്ലാവരുമല്ല, സൂക്ഷ്മതയുള്ള മനുഷ്യരുണ്ട്, സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുമുണ്ട്. അത് മുതലാക്കി വിളയാടുന്ന സാമൂഹ്യ വിരുദ്ധന്മാരാണ് ഇക്കൂട്ടം.